വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ട സാധനം സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു തക്കാളി അരിഞ്ഞത്, ഇനി ചിക്കൻ്റെ അകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ട് ഇളക്കിയത്. എന്നിട്ട് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാം. നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഒത്തിരി കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്, അടുത്ത സൈഡും കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒത്തിരി കരിഞ്ഞു പോകാത്ത രീതി മൂപ്പിച്ചെടുത്താൽ മതി. ഇനി ബാക്കിയിരിക്കുന്ന ചിക്കനും കൂടെ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ചിക്കനെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി പാത്രത്തിലേക്ക് വയ്ക്കാം. എന്നിട്ട് ആ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കി വെച്ച് കടുകിടുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ച് സവാളയിട്ട് തക്കാളിക്കായും ഇട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാക്കി പൊടി ഐറ്റംസും എല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കാം. നമുക്ക് അതോട് ഇച്ചിരി കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കാം. കൊണ്ട് ഇളക്കിയിട്ട് പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഈ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. തുള്ളി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പിട്ട് നല്ലതായിട്ടെല്ലാം ഒന്ന് പറ്റിപ്പിടിച്ച് കഴിയുമ്പം ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കണം. അതൊരു തുള്ളി പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് തുള്ളി സോസും കൂടെ നമുക്കൊന്ന് ഒഴിക്കാം. നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കനും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ആ ചിക്കനിൽ ആ ഗ്രേവി എല്ലാം കൂടെ ഒന്ന് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പം നമുക്കത് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുക. റൈസിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയേണ്ടതാണ്.